ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ 1770 എന്നുള്ള വാക്കുകൾ നമുക്കെപ്പോഴും തെറ്റാറുണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ല, 1770 അത് തമ്മിൽ തെറ്റില്ല. ആയതുകൊണ്ട് തന്നെ ബാങ്കിലൊരു സ്വഭാവമുണ്ട്. 1770 എന്നുള്ളത് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ 17 17 എന്ന് പറയും. 70 70 എന്നാണ് പറയുക അവർ, 70. അത് ചിലപ്പോൾ തെറ്റും. ഈ ബാങ്കിൽ നിന്ന് മറ്റേ ബാങ്കിലേക്ക് വിളിച്ച് പറയാണ്, സാർ അപ്പോൾ എത്ര രൂപ കൊടുക്കണ്ടേ? 70. 16 അല്ല 17 70 എന്ന് അറിയില്ല. അതുകൊണ്ട് എത്ര രൂപ കൊടുക്കേണ്ടത്? 17 17. എത്ര രൂപ കൊടുക്കേണ്ടത്? 70. തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രൊണൗൺസിയേഷൻ വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് മാത്രം. ഇവിടെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇതിപ്പോൾ 17 ആണോ 70 ആണോ? ഇതിപ്പോൾ 17 ആണോ 70 ആണോ എന്നാ ചോദ്യം. ഇതാണ് സംഭവം. ഇങ്ങനെക്കിപ്പോൾ 17 വയസ്സാണോ അതോ 70 വയസ്സാണോ? പുരാണ കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ ശ്രീകൃഷ്ണൻ്റെ രൂപം നമ്മുടെ മനസ്സിൽ കാണുമ്പോൾ അത് ഒരു 30 വയസ്സ് 28 വയസ്സ് 25 വയസ്സൊക്കെ മനസ്സിൽ കാണുക. അങ്ങനെ കിരീടവും തൊപ്പിയൊക്കെയും വെച്ച് ഓടക്കുഴലൊക്കെയും പിടിച്ച് സുന്ദര സ്വരൂപനായിട്ട് നീതീഷ് ഭരദ്വാജിൻ്റെ രൂപമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ സത്യം എന്താണെന്നറിയാമോ? ഇവർ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവർക്ക് 80 വയസ്സിന് തൊട്ട് താഴെ 79 വയസ്സാണ് ഇവർക്കുള്ളത്. അർജുനും ശ്രീകൃഷ്ണനും തമ്മിൽ മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ശ്രീകൃഷ്ണൻ എത്രയാണ് 1-2 മാസം മൂപ്പ് അത്രയേ ഉള്ളൂ. എന്നാലും ബഹുമാനിക്കട്ടോ, ജ്യേഷ്ഠനെ പോലെ കണ്ട് ബഹുമാനിക്കും, നമസ്കരിക്കുകയും ചെയ്യും. പക്ഷെ എന്നാൽ കൂട്ടുകാരെ പോലെയാണ് അവർ. കാരണം ഏകദേശം ഒരു പ്രായമല്ലേ. ഭീമനെ കണ്ടു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ ഭീമനെ നമസ്കരിക്കാറുണ്ട്, ഭീമൻ ചേട്ടനെന്നാണ് വിളിക്കുക. ചീത്ത പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണനെ ഭീമൻ. അതൊക്കെയും വേറെ കഥകൾ. 79 വയസ്സിലാണ് ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്യുന്നത്. അന്ന് 79 വയസ്സ് യൗവനമാണ് വാസ്തവത്തിൽ. ഭീഷ്മാചാര്യർക്കൊക്കെ അത്രയും 180 വയസ്സ് 200 വയസ്സൊക്കെ കണക്ക് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അത് ആ ഒരു കാലഘട്ടമാണത്. ആ കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണനൊക്കെ 79 വയസ്സിൽ വരെ യൗവനം കാത്തു സൂക്ഷിച്ചിരുന്നു. അത് അത്ഭുതമില്ല. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ ജപ്പാനിലേക്ക് 100 വയസ്സ് 120 വയസ്സ് കഴിഞ്ഞാൽ അത്ഭുതമല്ല. ഏതായാലും നമ്മുടെ മമ്മൂക്ക അതിപ്പോൾ ഒരു അത്ഭുതമായിട്ട് ഇവിടെ തുടരുകയാണ്. അങ്ങനെ വേറെ ആരുമില്ല. മമ്മൂക്ക വൈക്കത്ത് പോകുമ്പോൾ പല ആൾക്കാരും വരും ഇത്രേ എന്നിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു നോക്കും, എനിക്കത് മനസ്സിലായില്ലടാ, ഞാൻ ആരും ഉണ്ടാ ഒരുമിച്ച് പഠിച്ചാൽ ഒരുമിച്ച് പഠിച്ചത് അത്ര 1-ാം ക്ലാസ്സിൽ 2-ാം ക്ലാസ്സിൽ മക്കളുടെ വൈക്കത്ത് ചെമ്പിന് പോയ അത്ര സ്ഥിതി. ഇങ്ങനെ അച്ഛനും നല്ല സൗന്ദര്യമുള്ള മനുഷ്യനായിരുന്നു. ഞാൻ സംസ്കൃതം പഠിക്കാൻ വേണ്ടിയിട്ട് ചെമ്പിലുള്ളൊരു പണിക്കര് സാറിൻ്റെ വീട്ടിൽ പോയ സമയത്ത് 1 മാസം മാത്രം താമസിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴേക്കും എനിക്ക് ഋഷികേശിലേക്ക് പോകേണ്ടി പോയി. അന്ന് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ട്. ഒരു സുന്ദര പുരുഷനായിരുന്നു. മമ്മൂക്ക ഇപ്പോൾ 70 വയസ്സ് തികഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിശയം. അപ്പോൾ കമലഹാസൻ പറഞ്ഞിരിക്കുകയാണ്, ഇയാൾക്ക് എന്നേക്കാൾ പ്രായം കുറവാതെ ഞാൻ ധരിച്ചിരുന്നതെന്ന്. മമ്മൂക്കയ്ക്ക് 70 വയസ്സ്. ഇത് പല കാരണങ്ങളുണ്ട്. ആഹാരകാര്യങ്ങൾ മാത്രമല്ല. ആഹാരം മിതമായിട്ട് കഴിക്കുക, കഴിക്കുന്ന ആഹാരം ഡോക്ടറോട് ചോദിച്ച് ഡയറ്റ് കൺട്രോൾ ചെയ്ത് കഴിക്കുക. ഇതുകൊണ്ടൊന്നും ഒരാൾക്ക് മുഖസൗന്ദര്യം ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ നോക്കണം. ശരീരം വേണമെങ്കിൽ ഒന്ന് മേധസ്സൊക്കെ ഒന്ന് കുറയ്ക്കാം. ഇപ്പം ഞാൻ 104 കിലോ ഉണ്ട് ഇന്നലെ നോക്കിയപ്പോൾ.
104 കിലോ ഉണ്ട് ഞാൻ. ആ 104 കിലോ എന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ 5, 8, 10 കിലോ കുറയ്ക്കാം, ആഹാരം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ കുറവും കൂടുതലും അപ്പുറം അദ്ദേഹത്തിൻ്റെ മുഖം ഇപ്പോഴും ആ സുന്ദര പുരുഷത്വം ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. അതിനെനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മനസ്സിൻ്റെ പ്രവർത്തനം മുഖത്തിനെ വല്ലാതെ ബാധിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു സ്ത്രീ ഒരു വീട്ടിലിരിക്കുകയാണ്. അവൾക്കൊരു 10, 26, 27 വയസ്സുള്ള 2 കുട്ടികളുമുണ്ട്. ഭർത്താവ് മിലിറ്ററിയിലാണ്. അപ്പോൾ അടുത്ത വീട്ടിലെ ആൾക്കാരുണ്ട്, ടി വിയൊക്കെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പണ്ടത്തെ കാലത്ത് ടെലഗ്രാം കമ്പി വന്നു. കമ്പിയല്ല, ഫോൺ വന്നു. ഫോണുണ്ട്, ഇന്നത്തെ പോലെ വാട്സപ്പും കാര്യങ്ങളൊന്നുമില്ല. ഫോൺ വന്നിട്ട് പറഞ്ഞു, ഇത് PV ബാലകൃഷ്ണൻ്റെ വീടല്ലേ? അതെ. അദ്ദേഹം ഒരു അപകടത്തിൽ പെട്ട് മരിച്ചു കേട്ടോ. മിലിറ്ററിയിൽ നിന്നാണ്, വെടിയേറ്റ് മരിച്ചു. ഇതെങ്ങനെയോ ഈ സ്ത്രീ അറിഞ്ഞു. അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഭാര്യ അറിഞ്ഞ ഉടനെ തന്നെ അവർ അപ്പം തന്നെ കണ്ണ് റോട്ടിൽ പോണു, ആകെ വേർക്കുന്നു, ശരീരം കിടന്നു വിറയ്ക്കുന്നു, ദേഹം എടുക്കുന്നു, വീടും ബോധം കിട്ടുപോയി. ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇതൊക്കെ കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് ആശുപത്രി കൊണ്ടുവന്ന് വെള്ളമൊക്കെ മുളത്തടിച്ചു, ബോധക്കും തെളിഞ്ഞൂടെ വന്ന് ഭയങ്കര കഴിച്ചതൊക്കെ ആയിട്ട് ആകെ തകർന്നു കിടക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഫോൺ വിളി. ഹലോ, ഇത് PV ബാലകൃഷ്ണൻ, ഇത് കോട്ടയമാണോ? അല്ല, തൃശ്ശൂർ. അയ്യോ ക്ഷമിക്കണം, കോട്ടയത്തുള്ള PV ബാലകൃഷ്ണനാണ് മരിച്ചത്, തൃശ്ശൂരിലുള്ള PV ബാലകൃഷ്ണൻ അല്ല. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഈ സ്ത്രീ ഈശ്വര മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ എന്ന് പറഞ്ഞു. ആ കുട്ടി പഴയ പോലെ പ്ലസൻ്റായി തമാശകൾ പറയാൻ തുടങ്ങി. പേടിച്ചു പോയി ഞാൻ എന്നൊക്കെയും പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഭർത്താവ് മരിച്ചു എന്നുള്ള കാര്യം കേട്ടപ്പോൾ, ഇവരുടെ മനസ്സ് തകർന്നപ്പോൾ, മനസ്സിൻ്റെ സമനില തെറ്റിയപ്പോൾ എന്താ ഇവരുടെ മുഖം? കണ്ണ് റോട്ടിൽ പോയി, വേർക്കുന്നു, കഴിഞ്ഞ് ബോധം കെട്ട് വീഴുന്നു, ശരീരം വേർക്കുന്നു. ആലോചിച്ച് നോക്കുക, മനസ്സ് തകർന്നപ്പോൾ ശരീരം തകർന്നു. മനസ്സിൽ വേവലാതികൾ കുന്നുകൂടുന്നു. കടം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. മക്കളുടെ കാര്യം, മക്കളുടെ കാര്യം, ആ കാര്യം, ഈ കാര്യം, ആ കേസ്, ഈ കേസ്. ഇത് വരുന്ന സമയത്ത് ഒരാളുടെ മുഖം എപ്പോഴും ഇങ്ങനെയായിരിക്കും. കാരണം നാളെ ആ ബാങ്കിലെ ഗഡു, അതൊരു വേറൊരു ഗഡുവ്, അത് കെട്ടണം. മറ്റന്നാൾ മോള് പ്രസവത്തിനായിട്ട് വരുന്നുണ്ട്, ഈശ്വര, ഇനിയിപ്പോൾ അതിൻ്റെ കാര്യം. അതങ്ങനെ വീട് ചോർന്ന് ഒലിക്കുന്നു. അത് ഈ ഒരു മാനസികാവസ്ഥയാണ് ഒരാളെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നതും പ്രഷർ ഉണ്ടാക്കുന്നതും പ്രമേഹം കൊണ്ട് നോക്കി. സ്വസ്ഥവും സൗമ്യവുമായിട്ടുള്ള ലൈഫ്, സ്വധർമാനുഷ്ഠാനമേവ എന്ന് പറയുന്നു. എൻഡ്യൂറൻസ്. സ്വധർമാനുഷ്ഠാനമേവ, നിൻ്റെ ധർമ്മം നീ അനുഷ്ഠിക്കുക, അപ്പുറത്തുള്ള ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. പരധർമ്മം ഭയാവഹ. ഇന്ന് മമ്മൂട്ടിക്ക് ഒരു രാജ്യസഭാ മെമ്പറാകാനോ ഒരു പാർലമെൻറ്റ് മെമ്പറാകാനോ കേരളത്തിലൊരു MLA ആകാനോ ഒരു ബുദ്ധിമുട്ടുമില്ല. തന്നെത്താൻ നിന്നാലാകാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നാലാകാം, കോൺഗ്രസ്സിൽ നിന്നാലാകാം, മുസ്ലിം ലീഗിൽ നിന്നാലും അങ്ങേർക്കതാകാം. പക്ഷേ അദ്ദേഹം സ്വധർമാനുഷ്ഠാനമേവ പരധർമ്മം ഭയാവഹ. അദ്ദേഹം മനസ്സിലാക്കി, ഞാനൊരു സിനിമാ നടനാണ്. ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഥാപാത്രങ്ങളിലേക്ക് തനിക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഇതാണ് എൻ്റെ ലാവണം, ഇവിടെ നിന്നായിരിക്കണം എന്ന് ഉറപ്പിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി രാഷ്ട്രീയം, അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വ്യവസായം. എന്തുണ്ടാവുന്നു? 5 കുതിരകൾ 5 സ്ഥലത്തേക്ക് ഒരു വണ്ടി വലിച്ചാൽ ആ വണ്ടി എവിടേക്ക് നീങ്ങില്ല. അതുകൊണ്ട് ഒരു കുതിര മതി, അതിന് മുമ്പിൽ കെട്ടാൻ, മുന്നിൽ വലിച്ചാൽ വണ്ടി നീങ്ങിക്കൊള്ളും. പണ്ട് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഇന്നലെ ദിനേശ് എന്ന് പറഞ്ഞ സിനിമാക്കാരനുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, ശാന്തിവിള ദിനേശ്. അപ്പോൾ അദ്ദേഹം സംസാരിച്ചത് ഇത് കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അങ്ങനെ കൂടി പറഞ്ഞൊരു കാര്യം ഇതാണ്. സെറ്റിൽ വരുന്നു, കഥാപാത്രത്തെ കുറിച്ച് അന്വേഷിക്കുന്നു, ഡയലോഗിനെ കുറിച്ച് അന്വേഷിക്കുന്നു. ചില ഡയലോഗ് അയ്യോ ഇത്രയും വലിയ ഡയലോഗൊന്നും പറ്റില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ വെട്ടിക്കുറയ്ക്കുന്നു, അതൊക്കെയും ചെയ്യുന്നു. സിനിമ 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 സിനിമ. ഏതൊരു നടൻ ഒരിക്കൽ പറഞ്ഞു,
മമ്മൂക്കയ്ക്ക് സിനിമ ഒരു ഭ്രാന്താണ്, സത്യമാണ്. ആ മേഖലയിൽ നിൽക്കുകയും മറ്റൊരു മേഖലയിൽ രണ്ട് വഞ്ചിയിൽ കാലിട്ട് സംസാരിക്കുന്ന സമയത്ത് ആ കവ അങ്ങനെ കീറിപ്പോകും. അദ്ദേഹം അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ സിനിമാഭിനയം വീട്, വീട് സിനിമ, അത് മാത്രമായിട്ട് നീങ്ങുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ടെൻഷനൊന്നുമില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉണ്ട്, ധാരാളമുണ്ട്. എന്നിട്ട് പോലും പോരെന്ന് കരുതിയിട്ട് പോരാ പോരാ നാളിൽ എന്നും പറഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ ചെല്ലും നാണം കെടും. രജനീകാന്തിന് അതാ സംഭവിച്ച്. ഇടക്കാലത്തൊന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തിരിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഏതോ ഒരു തിയേറ്ററിൽ സിനിമ കാണുന്ന ഭാര്യയും അദ്ദേഹവും കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ സെർവൻറ്റിനെയും കൊണ്ടുപോയിട്ടുണ്ട്. അവരെന്തോ കാര്യത്തിന് പുറത്തു പോയിട്ട് നടന്നു വന്ന് ആ ചെയറിൽ ഇരിക്കുന്നതിന് മുമ്പ് നിൽക്കുകയല്ലേ. നിന്നപ്പോൾ ഉടനെ തന്നെ ആൾക്കാർ എഴുതി, കണ്ടോ രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ സർവൻറ്റിനെ നിർത്തിയിരിക്കുകയാണ്, അവരിരുന്ന് സിനിമ കാണും, ഇവർ നിന്ന് സിനിമ കാണുന്നത്. അവിടെ നടക്കുന്ന കാര്യമാണോ? രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നത് കണ്ടപ്പോഴേക്കും ശത്രുക്കൾ വർദ്ധിച്ചു, ടെൻഷൻ വർദ്ധിച്ചു, പ്രശ്നങ്ങൾ വർദ്ധിച്ചു. കമലഹാസൻ നല്ല നടനാണ്. അതേ ഇലക്ഷൻ എന്നിട്ട് എന്തുണ്ടായി കോയമ്പത്തൂർ? അദ്ദേഹത്തിന് ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്കൊരു ചക്രവർത്തി പദമുണ്ട്. ആ ഭൂമിയിൽ അങ്ങനെ വലിയ ആളാണ്, രാജാവാണ്. പക്ഷെ അദ്ദേഹം പോയിട്ട് പരധർമ്മം അത് സ്വീകരിച്ചു, രാഷ്ട്രീയം സ്വീകരിച്ചു, കോയമ്പത്തൂർ പോയിട്ട് മത്സരിച്ചു. ആരും അറിയാത്ത BJPയുടെ DMKയുടെയോ ADMKയുടെയോ കാൻഡിഡേറ്റ് അല്ല, BJPയുടെ ഒരു കാൻഡിഡേറ്റ്, അതൊരു സ്ത്രീ, അവരോടാണ് തോറ്റുപോയത്. അതാണ് പറയുന്നത്, സ്വധർമാനുഷ്ഠാനമേവ, അവനവൻ്റെ ധർമ്മം എന്തോ അത് കണ്ടറിഞ്ഞ് അതിൽ തന്നെ നിലകൊണ്ടു കഴിഞ്ഞാൽ മുഖത്തൊരു ഐശ്വര്യം ഉണ്ടാവുന്നത് സത്യമാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇതിലിടപെട്ട് അവസാനം ഇടയിൽ പെട്ട് അലിഗേഷൻസും അതും ഇതും ആലോചിച്ച് നോക്കി. ഇത്രയും വലിയ നടനായിട്ട്, ഇത്രയും വലിയ നടികളുടെ ഒപ്പം അഭിനയിച്ചിട്ട്, ഇത്രയും വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആ മനുഷ്യനെക്കുറിച്ച് ഈ നിമിഷം വരെ എന്തെങ്കിലും അലിഗേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്തുണ്ടാവാഞ്ഞത്? അദ്ദേഹം ഉണ്ടാക്കിയില്ല. അലിഗേഷനെ സംബന്ധിച്ചിടത്തോളം ഒരാളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇല്ലാത്തത് പറയില്ല, ഉള്ളത് വലുതാക്കി പറയും, വലിച്ചു നീട്ടി പറയും, അത് വേറെ കാര്യം. ഇല്ലാത്തത് പറയില്ല. അപ്പോൾ ഈ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ആരും ഒന്നും പറയാത്തതൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തെ പോലൊരാൾ എന്തെങ്കിലും സൂത്രപ്പണി എവിടെയെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതിനെ വലിച്ച് നീട്ടി ആ മനുഷ്യൻ്റെ തലയിൽ കൊണ്ട് തീ കൊണ്ട് കോരി ഒഴിക്കും. പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്നില്ല. ഡയലോഗ് പറയാൻ വായ തുറക്കുന്നു, അതിന് വീട്ടിലേക്ക് പോകുന്നു. കുടുംബകാര്യം എവിടെ ഷൂട്ടിംഗ് നടന്നാലും 8 മണിക്ക് വീട്ടിലേക്ക് വിളിക്കും, വീട്ടിലെ കാര്യം അന്വേഷിക്കും. അപ്പോൾ എന്തുണ്ടായാലും ഐ വാണ്ട് ടു ബിക്കം, അത് കഴിഞ്ഞ് അടുത്ത ഭൂമിയെ തേടുകയാണ്. എനിക്ക് ഇതും കൂടി ഉണ്ടായിരുന്നു, എത്ര രസമാണ്. ഇതിപ്പോൾ എനിക്കൊരു വീട് കെട്ടി തന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇരിക്കുന്ന ഈ മുറി മാത്രമാണുള്ളത്, അതാണ് ഞാൻ ആശിച്ചിരുന്നത്. അങ്ങനെയൊരു മുറി, ഇങ്ങനെ മുറിയിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ ചെറിയ മുറിയിൽ 2000 രൂപയ്ക്ക് വാടകയ്ക്ക് ഞാൻ താമസിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇത്രയും വലിയൊരു കാര്യം കിട്ടിയ സമയത്ത് ഞാൻ വിചാരിക്കുക, ഒരു കാറും കൂടി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാലോ. ടെൻഷനായി. എനിക്കൊരു കാറിൻ്റെ ഓണറാവണം, ടെൻഷനായി. അതാണ് ബിക്കമിങ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എനിക്ക് അതാകണം, എനിക്ക് ഇതാകണം, എനിക്ക് അങ്ങനെയാകണം, എനിക്ക് ഇങ്ങനെ ആണ് കാമം, ക്രോധം, ലോഭം, മോഹം, അത് മാത്സര്യങ്ങൾ. അസാധ്യമായിട്ടുള്ള വസ്തുവിനെ സാധ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വികാരത്തെയാണ് കാമം എന്ന് പറയുന്നത്. അതാണ് ഒരു മനുഷ്യനെ തോൽപ്പിക്കുന്നത്. കാമം എന്ന് പറഞ്ഞാൽ സെക്സുമായിട്ട് ബന്ധപ്പെട്ട വാക്കല്ല, സംസ്കൃതത്തെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു കാമം, മമ്മൂട്ടി പറഞ്ഞു ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാൻ സൂപ്പർ സ്റ്റാറാവെന്ന് വെച്ചിട്ടൊന്നുമല്ല, ഒരു മോഹം. ആരോ പറഞ്ഞു വൈക്കത്ത് ചെമ്പലയ്ക്ക് തിയേറ്ററിൽ സിനിമ വരുമ്പോൾ ഇങ്ങനെ ഓട്ടോറിക്ഷയിലേക്ക് വിളിച്ചു പോകാറുണ്ട് അത്രേ, ഡയലോഗ്സൊക്കെയും പറയത്ര. അങ്ങനെ ഒരു മോഹമായിരുന്നു അദ്ദേഹത്തിന്. രാഘവൻ എന്ന് പറഞ്ഞ നടനോട് പറഞ്ഞു, ഏതോ രാഘവൻ്റെ അഭയോ ഏതോ സിനിമ കളിക്കുന്ന സമയത്ത് അത് വൈക്കത്ത് വെച്ച് ഷൂട്ടിങ് നടക്കുമ്പോൾ അതിൻ്റെ മൂലയ്ക്ക് പോയി എന്ന് കണ്ടിരുന്ന ആളാണ് മമ്മൂട്ടി. അപ്പം അതിനോടുള്ള ഉൾക്കൊടും മതവുമയോടുള്ള താല്പര്യം വെച്ചു. അതിൽ തന്നെ അദ്ദേഹം നിലകൊണ്ടു. പ്രൊഡ്യൂസർമാരെ പോയി കണ്ടു, അതുപോലെ തന്നെ ഡയറക്ടർമാരെ പോയി കണ്ടു.
അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കയ്യിൽ കുറച്ച് പൈസ വന്നപ്പോൾ ഇനി വേറൊരു മോഹം, അതിനപ്പുറം വേറൊരു മോഹം ഒന്നുമില്ല. സ്വസ്ഥം, ശാന്തം. അതുകൊണ്ട് നമുക്ക് നല്ലൊരു നടനെ കിട്ടി, നല്ലൊരു സുന്ദര പുരുഷനെ കിട്ടി. എത്ര വർഷമായി എന്ന് ആലോചിച്ച് നോക്കണം. അത് വലിയൊരു കോൺട്രിബ്യൂഷനാണ് സമൂഹത്തിന്. ഇന്നിപ്പോൾ ഞാൻ തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ ഏത് സിനിമാ താരത്തേക്കാൾ ഒരു പണത്തൂക്കം മേലെയാണ് മമ്മൂട്ടിയുടെ നില ഈ തമിഴ്നാട്ടിൽ. തെലുങ്കിലും അത് തന്നെയാണ് സ്ഥിതി. മമ്മൂട്ടി സെറ്റിൽ വന്നു കഴിഞ്ഞാൽ, പണ്ട് മലയാളത്തിൻ്റെ സെറ്റിൽ സത്യം വരുന്ന പോലെയാണ് മമ്മൂട്ടി തമിഴ് സെറ്റിൽ വരുന്നത്. എല്ലാവർക്കും വല്ലാത്തൊരു ബഹുമാനമാണ്. അവർ പഠിച്ചവർകൾ എന്നാണ് പറയുക. ഇറ്റ്സ് എൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. ഒരു വലിയൊരു ബഹുമാനമാണ്. ആ ഒരു ബഹുമാനത്തിന് ബാക്കി നമുക്കും കിട്ടും. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഇളിഞ്ഞതരം കാണിച്ചു കഴിഞ്ഞാൽ അവർ പറയില്ലായിരുന്നു, മമ്മൂട്ടിയുടെ നാട്ടിൽ വന്ന് ഇങ്ങനെ കാണിക്കരുത്, അതാ പറയുക. കേരളീയരെ കുറിച്ച് ഇങ്ങനെ ധരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു കളയും. ആ മമ്മൂട്ടിയെ കണ്ട് പഠിക്കുന്നതൊക്കെ പറഞ്ഞു കളയും. അപ്പോൾ അതുപോലെ പല സിനിമാ താരങ്ങളും ഇതേപോലെ മമ്മൂട്ടിയെ അനുകരിക്കുന്നുണ്ട്. ഏതാ ക്യാരക്ടർ വൈസ്. അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടാതിരിക്കുക, അനാവശ്യമായിട്ട് സംവാദം ഉണ്ടാക്കാണ്ടിരിക്കുക പോവാണ്. പക്ഷെ പല സിനിമാടന്മാരും നമുക്കറിയാം, വന്ന് ഒരു കല്യാണം കഴിച്ചു, 2 കല്യാണം കഴിച്ചു, 2 ഉപേക്ഷിച്ചു. അങ്ങനെയൊക്കെയുള്ള സിനിമാടന്മാരെ അറിയാം. അവരേക്കും ഗ്രേസ് അവിടെ താഴ്ന്നു പോവുകയാണ്. ഏതായാലും ഒരു കോറലും ചിഹ്നലുമില്ലാതെ ശുഭ്രമായിട്ട്, സൗമ്യമായിട്ട്, സ്ഫടിക തുല്യമായിട്ട് മമ്മൂക്ക തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആയതുകൊണ്ട് തന്നെ ആ മുഖം ഓരോ വർഷം കൂടുന്തോറും, വർഷങ്ങൾ കൂടുന്നു, അദ്ദേഹത്തിൻ്റെ പ്രായം കുറയുന്നു. അതാണ് ഞാൻ ചോദിച്ചത്, ഇത് 17 ആണോ 70 ആണോ എന്ന് സംശയം. എല്ലാവർക്കും സംശയമാണത്. ഞാനും ആ സംശയം നിങ്ങളായിട്ട് പങ്കുവച്ചു എന്ന് മാത്രം. അദ്ദേഹം ഇനിയും ഇതേ ആയുസ് നീട്ടി കിട്ടിയാൽ മാത്രം പോലെ ആരോഗ്യവും വേണം. അതുകൊണ്ട് നമ്മളുടെ നാരായണീയത്തിൽ പറയുന്ന അവസാനത്തെ വാക്യമുണ്ടല്ലോ, ആയുരാരോഗ്യ സൗഖ്യം നേരുകയാണ്. കൃഷ്ണ, മമ്മൂക്ക ഇനിയും ഇതേപോലെ പോറ്റി മുന്നോട്ട് കൊണ്ടുപോകണേ. കുറേ കാലം കൂടി ഞങ്ങൾക്ക് കാണണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രകടനങ്ങൾ. നമസ്കാരം.